നമസ്കാരം. പടക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൻ്റെ ഭാഗമായ ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ ഫറോക്കിലാണ് ഇപ്പോൾ പടക്കളം. സ്വാഭാവികമായും കഴിഞ്ഞ എല്ലാ ദിവസങ്ങളിലും കണ്ടതുപോലെ തന്നെ പടക്കളത്തെ സജീവമാക്കാൻ ഇവിടെ വലിയൊരു പൗരാവലി വളരെ സജീവമായി തന്നെ നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് നേരിട്ട് ഈ ചർച്ചയിലേക്ക് പടക്കളത്തിലേക്ക് പോകാം. ഇന്ന് പടക്കളത്തിൽ പങ്കുചേരുന്ന മുന്നണി വക്താക്കളെ ആദ്യം പരിചയപ്പെടാം. ശ്രീ നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് UDF. ശ്രീ M ഗിരീഷ്, CPIM LDF. ശ്രീ K ഗണേഷ്, BJP NDA. ഗിരീഷ്, ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഏറ്റവും സമീപകാലത്തെ രാഷ്ട്രീയ ചർച്ചകളിൽ നിന്നുകൊണ്ട് നമുക്ക് ചർച്ചയിലേക്ക് വന്നാൽ, പടക്കളത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ UDFൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ലീഗിൻ്റെ കൊടി വേണ്ട, SDPIയുടെ വോട്ട് പോരുന്നെങ്കിൽ പോരട്ടെ എന്ന നിലയിലാണ്. മറുഭാഗത്ത് നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ കോഴിക്കോട് മത്സരിപ്പിക്കുന്ന എളമരം കരീം ദേശീയ തലത്തിൽ അടക്കം ശ്രദ്ധിക്കപ്പെടുന്ന പാർലമെൻറ്റേറിയനായിട്ടുള്ള, രാജ്യത്തെ വളരെ പ്രമുഖനായിട്ടുള്ള ട്രേഡ് യൂണിയൻ നേതാവായിട്ടുള്ള, പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ സംഘ് പരിവാറിൻ്റെ മതവിദ്വേഷവും അപരമത വിദ്വേഷവും മതരാഷ്ട്രത്തിലേക്കുള്ള വളർച്ചയെയും ഒക്കെ പ്രതിരോധിക്കുന്ന രാജ്യസഭയിലെ ഒരു മികച്ച പാർലമെൻറ്റേറിയനെ മത്സരിപ്പിച്ച് ഈ വിഷയങ്ങളെ അവതരിപ്പിക്കാൻ, ജനങ്ങളിലെത്തിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ലീഗിൻ്റെ കൊടി വേണ്ട, SDPIയുടെ വോട്ട് വേണം എന്ന നിലയിലേക്കുള്ളൊരു UDF രാഷ്ട്രീയം, കോൺഗ്രസ് രാഷ്ട്രീയം കേരളത്തിൽ നിൽക്കുന്നത്. ഇത് കോഴിക്കോട് എങ്ങനെ പ്രതിഫലിക്കുന്നു? കോഴിക്കോട് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം അത്ഭുതകരമായ വിജയം നേടും. അതിൻ്റെ കാരണം ഒന്ന്, രാഷ്ട്രീയ സാഹചര്യം തന്നെയാണ്. നേരത്തെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്നെല്ലാം കോഴിക്കോടും കേരളവും മാറി. ഇന്നത്തെ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായി പോരാട്ടം നടത്തിയ, പാർലമെൻറ്റിനകത്ത് പോരാട്ടം നടത്തിയ എളമരം കരീം ഇവിടെ ഒരു ദേശീയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി വരുന്നു. ഞങ്ങൾ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഞങ്ങളുടെ കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. രണ്ടാമതായി, കോൺഗ്രസും BJPയും കഴിഞ്ഞ കുറച്ചു കാലമായി കേരള വിരുദ്ധ നിലപാട് കേരളത്തിൽ ഒന്നിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ SDPIയെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അവർ ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു. കേരളത്തിനെതിരായിട്ടുള്ള വികാരമാണ് അവർ എല്ലാ ഘട്ടത്തിലും പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായി കേരളത്തിൻ്റെ വികസനവും കേരളത്തിൻ്റെ നിലനിൽപ്പുമെല്ലാം ആഗ്രഹിക്കുന്ന കോഴിക്കോട്ടെ ജനങ്ങളും അതിനനുകൂലമായ നിലപാട് തന്നെ സ്വീകരിക്കും. ആ നിലയിലേക്ക് ഒരു അത്ഭുതകരമായ വിജയം ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ നേടും. ഇവിടെ നിജേഷ്, നിങ്ങളെ സംബന്ധിച്ചത് സിറ്റിംഗ് സീറ്റാണ്, MK രാഘവൻ MP. പക്ഷേ ഗിരീഷ് ഇപ്പോൾ പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ട വർഷങ്ങൾ തിരിച്ചുപിടിക്കാൻ എളമരം കരീമിനെ പോലെ തന്നെ നിങ്ങൾക്കും സംശയമില്ലാത്ത വിധം ദേശീയതലത്തിലടക്കം ശ്രദ്ധേയനായിട്ടുള്ളൊരു നേതാവിനെ കോഴിക്കോട്ടേക്ക് ഇറക്കിയാണ് LDF ഈ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ഇത്തവണത്തെ പരിശ്രമം നടക്കുന്നത്. അവിടെയാണ് ഞാൻ മുമ്പ് പറഞ്ഞ കോൺഗ്രസ് രാഷ്ട്രീയം ചെന്നുപെട്ട് നിൽക്കുന്ന ഒരവസ്ഥ. ഞാൻ പറഞ്ഞതൊന്നും ആവർത്തിക്കേണ്ട കാര്യമില്ല, പക്ഷേ പറയുകയാണ് നിജേഷിനോട്, ലീഗിനെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കും വിധം അവരുടെ കൊടി ഒളിപ്പിച്ച രാഹുൽ ഗാന്ധിയുടെ വയനാടൻ വരവ് ഒരു ഭാഗത്ത്, SDPIയുടെ വോട്ട് പോന്നാൽ പോരട്ടെ എന്ന മട്ടിൽ നിന്ന നേതാക്കൾ ഒരു ഭാഗത്ത്, ഒടുവിൽ വിമർശനം വരുമ്പോൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന നിലയിലേക്ക് പറയേണ്ടി വരുന്ന UDFൻ്റെ ഒരു വിശദീകരണം. ഈ നിലയിൽ നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ രണ്ടാമത്തെ ഇപ്പോഴത്തെ വരവിൽ പോലും 2019 ഒരു കളറും ഉണ്ടായിരുന്നില്ല എന്ന് മാധ്യമങ്ങൾ, അവലംബം മലയാള മനോരമ, അല്ലെങ്കിൽ ഞാൻ പറയുന്നതാണെന്ന് നിജേഷ് പറയുമല്ലോ, ഒരു ചർച്ചയിൽ അവരുടെ ഒരു അവതാരക പറഞ്ഞത് ഇപ്പോൾ സോഷ്യൽ മീഡിയ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ 2019 ഒരു കളറുമില്ലാതെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മടങ്ങുന്നു. ഇതൊക്കെയാണ് നിങ്ങളുടെ മുമ്പിലത്തെ ഇപ്പോഴത്തെ അവസ്ഥ എങ്കിൽ നിജേഷ്, കോഴിക്കോട്ട് ശരത്ത് പറയുന്ന ഒരു അവസ്ഥയും സാഹചര്യവും തൽക്കാലം ഇല്ല. കോഴിക്കോട് പ്രിയപ്പെട്ട രാഘവേട്ടൻ വീണ്ടും ജയിക്കും. ഒന്ന്. രണ്ടുപേരും ആവർത്തിച്ച കാര്യം പറയുന്നു, ഞങ്ങൾ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷികളല്ലാത്ത ഒരാളുമായും ചർച്ചയ്ക്കും പോയിട്ടില്ല. ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്, ന്യൂനപക്ഷ വർഗീയമാണെങ്കിലും ശരി, ഭൂരിപക്ഷ വർഗീയമാണെങ്കിലും ശരി, ഒരു വർഗീയ പാർട്ടിയുടെയും പിന്തുണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ട, UDFന് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തത്, അഖിലേന്ത്യാ നേതാവാണോ ഇൻ്റർനാഷണൽ ആണോ എന്ന് എനിക്കറിയില്ല, 21 കൊല്ലമായി നേരത്തെ ഗിരീഷ് പറഞ്ഞ ആൾ ജനപ്രതിനിധിയും MLAയും മന്ത്രിയുമായി ഇവിടെ തന്നെയുണ്ട്. ഞങ്ങൾ ലളിതമായ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, കോഴിക്കോടിന് വേണ്ടി എന്തു ചെയ്തു? ഫറോക്കിന് വേണ്ടി, ബേപ്പൂരിന് വേണ്ടി എന്തു ചെയ്തു? അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോഴാണ് സ്റ്റീൽ കോംപ്ലക്സ് പൂട്ടിയത്. അദ്ദേഹമാണ് 2010 ഓഗസ്റ്റ് മാസം 21-ാം തീയതി പത്രസമ്മേളനം നടത്തി കിനാലൂർ വിഷയം ഉപഗ്രഹ നഗരം എന്ന വലിയ പ്രചരണം നടത്തി. ഒന്നും ചെയ്തിട്ടില്ല. കോഴിക്കോടിന് വേണ്ടി നിങ്ങൾ MT രമേശിനെ മത്സരിപ്പിക്കുന്നു. മോദി ഗ്യാരണ്ടി, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രചാരണം. അത് വേശാത്തത് കൊണ്ടാണോ കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്ന,
അതുപോലെ തന്നെ അപരമതം, മതവിദ്വേഷം വളർത്തുന്ന മറ്റൊരു മതത്തെ പൂർണ്ണമായും ഏറ്റവും അധികം അവഹേളിക്കുന്ന തരത്തിലെ ദ കേരള സ്റ്റോറി എന്ന നിലയിലുള്ള ഒരു സിനിമ ദൂരദർശനിലൂടെ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രചരിപ്പിച്ച് ടെലികാസ്റ്റ് ചെയ്ത് കേരളത്തെ അപമാനിക്കാൻ ഇറങ്ങുന്നത് മോദി ഗ്യാരണ്ടി ഏശാതെ പോകുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിൽ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ കേരളത്തിൽ നിന്ന് ഒരാൾ പോലും നരേന്ദ്രമോദി സർക്കാരിനെ പിന്താങ്ങാൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 10 വർഷക്കാലം ഈ സംസ്ഥാനത്തും നമ്മുടെ ജില്ലയിലും നമ്മുടെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിലും നരേന്ദ്രമോദി സർക്കാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ്, നരേന്ദ്രമോദി കൊടുത്ത ആ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇവരുടെ പ്രകടന പത്രിക വെച്ച് ഇവർ കച്ചറയുണ്ടാക്കുന്നുണ്ട്. നിങ്ങളൊന്ന് എടുത്തു നോക്കൂ, ആരുടെ വികസന പദ്ധതികളാണ് അതിലുണ്ടാവുക എന്ന്. ഇവർ പ്രധാനമായിട്ടും ഉന്നയിക്കുന്നത് ദേശീയപാത വികസനത്തെക്കുറിച്ചാണ്. ദേശീയപാത വികസനം ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് മാഹി മുതൽ തലശ്ശേരി വരെ നീണ്ടു നിൽക്കുന്ന ദേശീയപാത, എന്നെക്കാളും നിങ്ങളെക്കാട്ടും പ്രായമുണ്ട് അതിൻ്റെ പദ്ധതി വിഭാവനം ചെയ്തിട്ട്, അതിൻ്റെ പണി ആരംഭിച്ചിട്ട്. ആര് വേണ്ടി വന്നു ഒരു 6 വരി പാത ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട്? 2014 മുതൽ മോദി ഈ രാജ്യം ഭരിക്കുന്നില്ലേ? അത് നടക്കാതെ എന്താ പോയത്? 2014 മുതൽ നടക്കുന്നുണ്ട്. 2024 മോഡി വന്നതിന് ശേഷമാണ് നടക്കുന്നത്. 24 വരെ കാത്തിരിക്കേണ്ടി വന്നത് എന്താണ്? അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ സർക്കാരുണ്ട്, മോദി കേന്ദ്രം ഭരിക്കുകയും ചെയ്തു. എന്നിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും നിങ്ങൾ പറയാത്ത ഈ അവകാശവാദം നിങ്ങൾക്ക് ഇപ്പോൾ ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ എന്തുകൊണ്ടത് വൈകി? അതിന്റെ ഒരു കാരണം എന്താണെന്ന്? ഒരു കാരണം വൈകിയിട്ടില്ല. ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കുന്നതല്ലല്ലോ ദേശീയപാത ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കി തീർക്കുന്നതല്ലല്ലോ 6 വരി ദേശീയപാതകൾ. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ കാണുന്ന തരത്തിലുള്ള ഫ്ലൈ ഓവറുകളും മറ്റുള്ള പാതകളും വലിയ കേരളത്തിൽ നിന്ന് പണം വാങ്ങിച്ചത് 6000 കോടി വാങ്ങിച്ചത് എന്തിനാണ്? 1000 കോടിയാണോ? 1000 അല്ല, 6000 കോടി. 6000 കോടി നിങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി വാങ്ങിയ ആ 6000 കോടിക്ക് തുല്യമായിട്ടുള്ള 6000 കോടി കേരളത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് ഇലക്ട്രൽ ബോണ്ടോ? അല്ല, ഇലക്ട്രൽ ബോണ്ട് വേണ്ട, DMK-യുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഞാൻ ദേശീയപാതയിൽ ഡിസ്പ്യൂട്ട് ചെയ്തപ്പോ ഞാൻ ചോദിച്ചത് ദേശീയപാതയ്ക്ക് രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് നിന്ന് നിങ്ങൾ 6000 കോടി മേടിച്ചിട്ടില്ല. ഇവിടെ സ്തംഭിച്ചു പോയി. ഇത് റിയാലിറ്റി ആണല്ലോ. നിങ്ങൾ ഈ റിയൽ സ്റ്റോറിയാണ് കേരളത്തിൽ പറയേണ്ടത്. പകരം കേരളത്തെ അപമാനിക്കുന്ന കേരള സ്റ്റോറി അല്ല ദൂരദർശനിൽ കാണിക്കേണ്ടത്. ദേശീയപാതയിൽ മാഹി ബൈപ്പാസ് അവസാനം ഉദ്ഘാടനം ചെയ്ത മാഹി ബൈപ്പാസ് ഉണ്ടാക്കാൻ 6000 കോടി മതിയോ? മതിയാവില്ല. അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അല്ല, 6000 കോടി മതിയോ? മാഹി ബൈപ്പാസ് ഉണ്ടാക്കാൻ 6000 കോടി മതിയോ? അല്ല, 6000 കോടി മതിയോ? അതുകൊണ്ടാണോ തുടങ്ങിയത്? ഈ ഭൂമി എങ്ങനെ എടുത്തു? മികച്ച നഷ്ടപരിഹാരം, ധന പാക്കേജ് രാജ്യത്ത് ഒരു സംസ്ഥാനവും കൊടുക്കാത്ത വിധം, പരാതികളില്ലാത്ത വിധം എങ്ങനെ ഭൂമി എടുത്തു? സംസ്ഥാനത്തിന്റെ പണം, കിഫ്ബിയിലൂടെ ഉണ്ടാക്കിയ പണം അത് മടിയില്ലാതെ വാങ്ങിച്ചു വെച്ച് അതിൽ ദേശീയപാത പണിതിട്ട് മോദിയുടെ ഗ്യാരണ്ടി എന്നൊക്കെ പറഞ്ഞ ഇത് കേരളമല്ലേ ഗണേഷ്? സ്റ്റീൽ കോംപ്ലക്സ് തുറക്കുകയാണ് ചെയ്തത്. UDF-ന്റെ കാലത്ത് പൂട്ടിയ സ്റ്റീൽ കോംപ്ലക്സ് ജോയിന്റ് വെഞ്ചർ കമ്പനിയാക്കി തുറന്നതാണ് എളമരം കരീമിന്റെ കാലത്ത്. പിന്നീട് വന്ന ഞാൻ ഈ നാട്ടുകാരെ നിങ്ങൾ ബാലുശ്ശേരി വരിക, ഞാൻ ഈ കിനാലൂർ എസ്റ്റേറ്റ് പദ്ധതി ആരാ പുറത്താക്കിയത്? കിനാലൂർ എസ്റ്റേറ്റ് പദ്ധതി മുടക്കിയതാരാ? നിങ്ങളാ സമരം ചെയ്ത് മുടക്കിയത്. കിനാലൂരിലേക്ക് 4 വരി റോഡ് മനസ്സിലായില്ലേ? ദേശീയപാത മാത്രം ഒറ്റ കാര്യം അല്ല ഗണേഷേ, ദേശീയപാത കോൺക്രീറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു മോദി സർക്കാർ. അതിന്റെ ഒരു മാസം മുമ്പാണ് ഇന്ത്യ രാജ്യത്തെ സകല സിമന്റ് കമ്പനികളും അദാനി വാങ്ങിയത്. അതുകൂടി ഒന്ന് കൂട്ടി വായിക്കുന്നത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാണ് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എളമരം കരീം ബേപ്പൂരിന് എന്ത് ചെയ്തു, ഫറൂഖിന് എന്ത് ചെയ്തു എന്നൊക്കെ തന്നെ ഇവിടെ ചോദിക്കുകയുണ്ടായി. എളമരം കരീം ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA-യും മന്ത്രിയുമായിരിക്കുന്ന സമയത്താണ് ഇവിടെ സ്റ്റീൽ കോംപ്ലക്സ്, സ്റ്റീൽ അതോറിറ്റി ഇന്ത്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജോയിന്റ് വെഞ്ചർ പരിപാടി നടത്തുകയും അവിടെ തുറക്കുകയും ചെയ്തിട്ടുള്ളത്. 1. 2, ഒളവണ്ണ അന്ന് ബേപ്പൂർ നിയോജക മണ്ഡലത്തിനൊപ്പമാണ്. അവിടെ എപ്പോഴും പോയി കാണാം ടൂൾ റൂം കം ട്രെയിനിങ് സെന്റർ അവിടെ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ തിരുവണ്ണൂർ പോയാൽ കാണാൻ കോട്ടമില്ല്, UDF പൂട്ടിപ്പോയിട്ടുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ തുറന്നിട്ടുള്ള ആളാണ് എളമരം കരീം എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രതി മനസ്സിലാക്കണം. മറ്റൊന്ന് കോൺഗ്രസിന്റെ പ്രതിയോട് പറയാനുള്ളത്, ഇവിടെ നിങ്ങൾ ദേശീയ അടിസ്ഥാനത്തിൽ BJP-ക്കെതിരായിട്ട് നിങ്ങളാണ് മുന്നോട്ട് വെക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, BJP
ഈ രാജ്യത്തിനകത്ത് ഉത്തരേന്ത്യക്കകത്ത് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ ലീഗിൻ്റെ കൊടി കാണുന്നത് പേടിയാണ് എന്നുള്ളത് കൊണ്ട് അതിനെതിരായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്കകത്ത് BJP ലീഗിൻ്റെ പതാക പാകിസ്ഥാൻ പതാകയായി ചിത്രീകരിക്കുന്നു എന്ന പേടി കാരണം കോൺഗ്രസിൻ്റെ പതാക പോലും ഉപേക്ഷിച്ചിട്ടാണ് നിങ്ങൾ അവിടെ പ്രചരണം നടത്തിയത്. ഈ BJPയുടെ ഈ ഒരു ചെറിയ പ്രചരണത്തെ പോലും നിങ്ങൾക്ക് തടയാൻ വേണ്ടി സാധിക്കില്ലെങ്കിൽ ഇന്ത്യ രാജ്യത്ത് എങ്ങനെ നിങ്ങൾ ഈ BJP പ്രതിരോധിക്കും? സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു ട്രോള് ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല. മാർച്ച് 10 മുസ്ലിം ലീഗിന്റെ പതാക ദിനമാണ്. പക്ഷേ ഏപ്രിൽ 3 മുസ്ലിം ലീഗ് പതാക ഉപേക്ഷിച്ച ദിനമാണ്. വല്ല കാര്യമുണ്ടോ നിജേഷ്? സ്വന്തം കൊടി വെച്ചിട്ട് ഡിവൈഎഫ്ഐക്കാർക്ക് ലീഗ് ഫെസ്റ്റ് ഒരു ഓരോ സമരത്തിനും ഓരോ കാരണമുണ്ട്. ബി ഫെസ്റ്റ് നടത്തുന്നത് ഏതിനു വേണ്ടിയാണെന്ന് ഗണേശൻ ഇന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ലീഗിനെ പറയുമ്പോൾ എന്തിനാ BJPക്ക് കൊള്ളുന്നത്? ഇവിടെ ലീഗിനെ പറയുമ്പോൾ BJPക്ക് കൊള്ളുന്നത്? പിന്നെ ഒരു കാര്യം കൂടി, BJP പ്രതിനിധി ചോദ്യമുണ്ട്. BJP പ്രതിനിധി ഇവിടെ പറഞ്ഞു തലശ്ശേരി മാഹി ബൈപ്പാസ് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുന്നു എന്നുള്ളതാ. അവിടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ ഇവിടെ സുരേഷ് ഗോപി ഉൾപ്പെടെ നന്ദിഗ്രാമെന്ന് മണ്ണെടുത്ത് കൊണ്ടുപോയി ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചവരല്ലേ. പിന്നെ നിങ്ങൾ ഇപ്പൊ എങ്ങനെ തലശ്ശേരി മാഹി ബൈപ്പാസിന് നിങ്ങൾ പറയാം? ഈ കോൺഗ്രസിനെ സൂചിപ്പിച്ചപ്പോ BJPക്ക് എന്തുകൊണ്ടാ പൊള്ളിയെന്ന് മനസ്സിലാവില്ല. ലിജിൽ ഉൾപ്പെടെയുള്ളവർ നാളെ BJPയിലേക്ക് വരാൻ നിൽക്കുന്നവരാണോ എന്നുള്ളത് കൊണ്ടുള്ള BJPയിലേക്ക് എല്ലാവരും ഞങ്ങൾ സ്വാഗതം ചെയ്യും. നരേന്ദ്രമോദിയുടെ വികസനത്തെ അംഗീകരിച്ച് എല്ലാവരും വരും ചേച്ചി, ഒരു സംശയം വേണ്ട. പിന്നെ ക്ഷണിക്ക. ഇവിടെ ഇപ്പൊ മത്സരിക്കുന്ന കോഴിക്കോട് MP ഉൾപ്പെടെയുള്ളവർ കൈപ്പത്തിക്ക് വോട്ട് ചെയ്താൽ നാളെ താമരപ്പൂവായി വിരിയില്ല എന്ന് കോൺഗ്രസിന്റെ പ്രതിനിധിക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടെന്നാൽ കെ കരുണാകരന്റെ മകൾ ആന്റണിയുടെ മകൻ അവർ രണ്ടുപേരുടെയും ജീവനും ജീവിതവും കോൺഗ്രസിന്റെ ഉപ്പും ചോറുക എന്നിട്ടാ BJPയിലേക്ക് പോയത്. അതുകൊണ്ടാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ള അവിശുദ്ധ സഖ്യത്തിന്റെ ഉദാഹരണമാണ് ഇപ്പോൾ കോൺഗ്രസിനെ പറഞ്ഞപ്പോൾ BJPക്ക് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാരാ ചേച്ചി? കേരളത്തിൽ തെരഞ്ഞെടുപ്പ് BJPക്ക് ഒരു സീറ്റ് പോലും ഉണ്ടാവില്ല. BJPക്ക് ഒരു സീറ്റ് പോലും കേരളത്തിലില്ല. എന്നിട്ട് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ട് മത്സരിക്കില്ല. തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്കും ചോദിക്കുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരാണ്? ഇവിടെ ഫറോക്ക് താലൂക്ക് ആശുപത്രിയിൽ നമ്മുടെ പ്രിയപ്പെട്ട നിഷാദ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമയത്താണ് ഒരു ആംബുലൻസ് അനുവദിച്ചത്. അപ്പോൾ അത് ഒന്ന് റിപ്പയർ ചെയ്യാനോ പിന്നെ ഇറക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? MK രാഘവന്റെ പേര് നിങ്ങളുടെ മുനിസിപ്പാലിറ്റിക്ക് കഴിയാത്തത്. നിങ്ങളുടെ മുനിസിപ്പാലിറ്റി ഫറോക്ക് മുനിസിപ്പാലിറ്റി ചെയ്യണം. നഗരസഭയല്ല, ഞാൻ പറയട്ടെ, ആരോഗ്യ വകുപ്പാണ് ചെയ്യേണ്ടത്. മറ്റൊരു കാര്യം, കടലുണ്ടി പഞ്ചായത്ത് ഉത്തരവാദിത്വം ഫറോക്ക് മുനിസിപ്പാലിറ്റിക്ക്. ആംബുലൻസ് ഫറോക്കിലെ പ്രമുഖ ലീഗുകാരൻ വാടക വാങ്ങി ഓട്ടുന്ന കാഴ്ച നമ്മൾ എല്ലാവരും കാണുന്നതാണ്. വാടകയ്ക്കോ? ആംബുലൻസ് വാടകയ്ക്കോ? പണം വാങ്ങി വാടക. എന്താണ് ഈ കേൾക്കുന്നത്? എന്താണ് വാടക കൊടുക്കാൻ പറ്റിയ സാധനമാണോ ആംബുലൻസ്? ആംബുലൻസ് വാടക കൊടുത്തോ? ആംബുലൻസ് വാടക കൊടുത്തോ? അങ്ങനെ വാടക കൊടുത്ത ഒരു ആംബുലൻസിന്റെ ചെലവ് ആരോഗ്യവകുപ്പാണ് നടത്തുന്നത്. വാടക കൊടുത്തത് രോഗികൾ, പാവപ്പെട്ട രോഗികൾ. നിങ്ങൾ ഫറോക്ക് മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആരോഗ്യ മേഖല അവരാണ് കൈകാര്യം ചെയ്യുന്ന മുനിസിപ്പാലിറ്റിക്കകത്തുള്ള. ഇത് കൃത്യമായിട്ട് മറുപടി വരാ. നിഷാദ് കൂടി ഉണ്ട്, കൃത്യമായിട്ട് മറുപടി വരട്ടെ. പറയുന്നോ ബന്ധപ്പെട്ടവരൊക്കെ ഉണ്ട്. ഫറോക്ക് നഗരസഭയാണ് ആ ആംബുലൻസിന്റെ മെയിൻ്റനൻസ് നടത്തേണ്ടത്. ഇവിടെ ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് നോക്കുമ്പോൾ ഫറോക്ക് നഗരസഭ ആ ആംബുലൻസ് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് കോൺഗ്രസ് സമ്മതിക്കുക. അതാ ചെയ്യുന്നത്. അല്ലാതെ അത് ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് അല്ല, ഇവിടെ വീണ ജോർജ് വന്നിട്ടല്ല ആംബുലൻസ് നന്നാക്കേണ്ടത്. ഇവിടെ നന്നാക്കേണ്ടത് ഫറോക്ക് ഭരണാധികാരികളാണ്. ഈ ആംബുലൻസ് ഒരു മിനിമം ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചത് ഇടതുപക്ഷ പ്രതിനിധിയും തർക്കം വരുമ്പോ രണ്ടു വശം തർക്കം വരുമ്പോ ഇതിനൊരു ചാർജ് ഈടാക്കാൻ തീരുമാനിച്ചത്
ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയും MLA പ്രതിനിധിയും MP പ്രതിനിധിയും അടക്കമുള്ള HMC ആണ്. അവിടെ നിൽക്കട്ടെ, ഇതൊരു സ്വാഭാവികമായ പ്രോസസിംഗ് ആണ്. ഞാനും സമീഷും HMC പ്രതിനിധികളാണ്. ഒരു HMCയിൽ ഇതുവരെ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല, നടപ്പാക്കാൻ തീരുമാനിച്ചിട്ടില്ല. ചോദിക്കട്ടെ എന്തുകൊണ്ട് അങ്ങനെ ചാർജ് വാങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ HMCയിലെ വിഷയം അവതരിപ്പിച്ചില്ല? രണ്ടാമത്തെ കാര്യം, താലൂക്ക് ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആംബുലൻസിൽ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്. താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു ഈ രോഗി പേഴ്സ് എടുത്ത് പണവുമായിട്ട് വേണം ആംബുലൻസിൽ കയറാൻ, ഇല്ലെങ്കിൽ പെട്ടുപോകും. ഇങ്ങനെയൊക്കെയാണോ ഇവിടെ? എന്താണ് നിജേഷ് കൈയൊഴിഞ്ഞു? ഞാൻ ഈ നാട്ടുകാരനല്ല, ആ വിഷയത്തിൽ ഇടപെട്ട് സംസാരിക്കുക. ആ വിഷയമല്ലല്ലോ എന്നോട് 3 ചോദ്യം ചോദിച്ചില്ലേ? ചോദ്യത്തിന്റെ ഉത്തരം ചോദിച്ച ചോദ്യം എന്നോടാണെങ്കിൽ ഞാൻ മറുപടി പറയാം. എനിക്ക് ചോദ്യത്തിന് മറുപടി പറയാൻ തയ്യാറാണ്. അതിൽ എത്ര ബഹളം ഉണ്ടായാലും 1000 ആള് കൈയടിച്ചാലും അങ്ങനെ പോകാൻ ഉദ്ദേശമല്ല വന്നത്. ചോദിച്ചാൽ ഞാൻ മറുപടി പറയും. ഈ വിഷയം സാധാരണ എന്താണ്, ജനങ്ങൾ അവരുടെ അഭിപ്രായം പറയുന്നു. അഭിപ്രായത്തിൽ നിന്ന് നിങ്ങൾ മറുപടി പറയാം. രണ്ട് ഭാഗത്തെ ഇദ്ദേഹവും അദ്ദേഹവും ന്യായീകരിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ വാദം എന്താണ്? ഞാൻ അദ്ദേഹത്തോടും ചോദിക്കും. നിജേഷിന് പറയാനുണ്ടെങ്കിൽ ആവാം. ഞാൻ അവസരം തന്നില്ല, നിങ്ങൾ തന്നെ പറയും. ശരത്ത്, ആ വിഷയം എന്നോട് ഉന്നയിച്ചാൽ ഞാനതിന് മറുപടി ഞാൻ ആ കാര്യമേ ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞ ചോദ്യം ഞാൻ മറുപടി പറയാം. ഒരു താലൂക്ക് ഹോസ്പിറ്റലിൽ ആംബുലൻസിന് ചെറിയ ചാർജ് ഈടാക്കുന്ന പ്രശ്നമെങ്കിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ഒരു മനോഹരമായ ലാബ് ഉണ്ടല്ലോ. ഒരു പാവപ്പെട്ടവൻ രക്തം ചെക്ക് ചെയ്യാൻ പോയപ്പോ ഇത് താലൂക്ക് ഹോസ്പിറ്റലാണ്, നിങ്ങൾ ഫീസ് വേണ്ടെന്ന് പറയല്ലോ. അതിന് നിങ്ങൾ ഫീസ് വാങ്ങുന്നില്ലേ? ഇടതുഭാഗത്ത് 108 ആംബുലൻസ് കാണാം. ഒരു ഉറുപ്പ്യ കൊടുക്കണ്ട സർക്കാരിന്റെ സംസ്ഥാന സർക്കാരാണ് കൊടുക്കുന്നത്. രണ്ട് ആംബുലൻസ് എന്ന് പറയുന്നത് എമർജൻസി സർവീസാ. അന്നേരം കീശയിൽ പൈസ ഉണ്ടോ നോക്കിയിട്ടല്ല രോഗി കയറുക. മറ്റേ അതല്ല, രണ്ടാണ്. അത് മനസ്സിലാക്കണം. കടലുണ്ടി പഞ്ചായത്ത് ഇത് തന്നെയാ പ്രശ്നം. ആ ആംബുലൻസിന്റെ പെട്രോള്, അതിന്റെ ഡ്രൈവറുടെ ചാർജ്, ഈ പറഞ്ഞ മെയിന്റനൻസ്, ഈ കാര്യങ്ങളെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നടത്തണമെന്ന് MP പറയുന്നു. അവിടെ 2 ആംബുലൻസ് നല്ല വൃത്തിയായിട്ട് നടക്കണ്ട്. കടലുണ്ടി പഞ്ചായത്തിൻ്റെതുണ്ട്, 2 സന്നദ്ധ സംഘടനകളുടേതുണ്ട്. പിന്നെ എന്തിന് മൂന്നാമത് ഈ പറഞ്ഞ ആളുകളടുത്തുനിന്ന് കാശ് വാങ്ങി നടത്തുന്ന ഒരു ആംബുലൻസ് സർവീസ് കടലുണ്ടി പഞ്ചായത്തിന് വേണ്ട? അതുകൊണ്ട് തന്നെയാ വേണ്ട എന്ന്. റൈറ്റ്. ഇതിലെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിജേഷിലേക്ക് വന്നത് ലീഗുമായി ബന്ധപ്പെട്ടാണ്, ലീഗിന്റെ കൊടി ഒളിപ്പിച്ചതുമായി ബന്ധപ്പെട്ടാണ്, SDPയുമായി ബന്ധപ്പെട്ടാണ്. നേരത്തെ വന്ന ചോദ്യങ്ങൾ അതുണ്ട്. നിജേഷിലേക്ക് ഒന്ന്, നേരത്തെ സുഹൃത്ത് പറഞ്ഞ പ്രകാരം വല്ലപ്പോഴൊക്കെ ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആരോടൊപ്പം പോയി കഴിഞ്ഞാൽ പുറത്തേക്ക് പഞ്ഞിക്കും സൂചിക്കും ആളെ അയക്കുന്നുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ്. അത് മാത്രമേ ഞാൻ അതിന് മൊത്തം മറുപടി പറയുന്നുള്ളൂ. സ്റ്റീൽ കോംപ്ലക്സിന്റെ മറുപടി ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് സ്ഥലത്ത്. അതുകൊണ്ടാണ് 700 സ്റ്റാഫ് നിലനിന്നിരുന്ന സ്ഥലത്ത് കാനറ ബാങ്കിന്റെ നോട്ടീസ് വന്ന് ആ അവസാനത്തെ 100 കോടി റീപേയ്മെന്റ് സർക്കാരിന് അടയ്ക്കാൻ സാധിക്കാത്തത് കൊണ്ട് അടുത്തതിലേക്ക് വെച്ചിട്ടുണ്ട്. ഇന്ന് 30 തൊഴിലാളികളാണ് സ്റ്റീൽ കോംപ്ലക്സ് ഉള്ളത്. അവർക്ക് മാസങ്ങളായി വർഷങ്ങളായി ശമ്പളം കൊടുക്കുന്നില്ല. ഈ രേഖയെ ഗിരീഷിന് ചാലഞ്ച് ചെയ്യാം. ഞാൻ ഇതിൽ വന്ന രേഖയാണ് പറയുന്നത്, നിങ്ങൾ പരിശോധിക്കുക. അത് നിങ്ങളുടെ UDFന്റെ കാലത്ത് അടച്ചുപൂട്ടിയ സ്റ്റീൽ കോംപ്ലക്സ് എളമരം കരീം വ്യവസായ വകുപ്പ് മന്ത്രിയായപ്പോഴാണ് ജോയിന്റ് വെഞ്ചർ തുറന്നത്. ഈ കോഴിക്കോട് നഗരം മുതൽ ഈ ഫറൂഖ് വരെ 1000കണക്കിന് ഫ്ലക്സ് ബോർഡ് വെച്ചു. നിങ്ങളുടെ MP ഓർമ്മയില്ലേ? ഞാൻ വന്നതിന് ശേഷം അതിന്റെ റീറോളിംഗിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു. കേന്ദ്ര സർക്കാർ, അതിന് മുമ്പുള്ള കാര്യം പറയുന്നത് എളമരം കരീം മന്ത്രിസ്ഥാനത്തുനിന്ന് മാറിയ ശേഷം UDF എളമരം കരീം വ്യവസായ മന്ത്രിസ്ഥാനത്തുനിന്ന് മാറിയ ശേഷം കേരളം ഭരിച്ചത് ഉമ്മൻചാണ്ടിയാണ്. ഉമ്മൻചാണ്ടിക്ക് ശേഷമാണ് പിണറായി വന്നത്.
നിങ്ങൾ ഇതിനോട് പരാതി കൊടുക്കേണ്ടത്, ആരാണ് അവിടെ റീറോളിംഗ് മിൽ സ്ഥാപിക്കേണ്ടത് എന്നെങ്കിലും മനസ്സിലാക്കി കോൺഗ്രസ് എനിക്ക് ഒന്നും അറിഞ്ഞാൽ മതി ഗിരീഷേ, അതിപ്പോ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. ഒന്നും വേണ്ട. കേന്ദ്ര പൊതുമേഖലയാണോ? നിജേഷ് ചോദ്യത്തിന് വഴങ്ങാത്തത് കൊണ്ടാണ്. അത് സാമർത്ഥ്യമല്ല. നിജേഷ്, ഒരു ചോദ്യം സംസ്ഥാനത്തിന്റെ പൊതുമേഖലാ സ്ഥാപനമാണോ കേന്ദ്ര പൊതുമേഖല? എന്റെ ചോദ്യം അല്ല ഇതും വേണമല്ലോ. എന്റെ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം, കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമാണോ? ആണോ? ആണെങ്കിൽ ഇങ്ങോട്ട് ചോദിക്ക്. ഗണേഷ് വെറുതെ നിൽക്കുക. ഗണേഷ്, നിങ്ങൾ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ കൂട്ടുന്നു. കേരളം ഏറ്റെടുക്കാൻ തയ്യാറായാൽ പോലും കൊടുക്കുന്നില്ല. തിരുവനന്തപുരം വിമാനത്താവളം അദാനിക്ക് കൊടുക്കാൻ പോയപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു ഞങ്ങൾ ഏറ്റെടുത്ത് നടത്താം. പൊന്നും വിലയ്ക്ക് ഭൂമി ഏറ്റെടുത്ത് കൊടുത്ത് രൂപപ്പെടുത്തിയതാണ് അദാനിക്ക് കൊടുത്തു. കേരളം എയർപോർട്ട് അതോറിറ്റിക്ക് എന്താണ് നിങ്ങൾക്കറിയില്ലെങ്കിൽ എനിക്കറിയാം. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം പൂട്ടിയതിനെ കുറിച്ചാണ് നിജേഷിന്റെ ചോദ്യം. മറുപടി പറയും. നിങ്ങൾ കേരളത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ പൂട്ടിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ബിജെപിയുടെ സുഹൃത്തിനോട് എളമരം കരീം പൂട്ടിയ കമ്പനികളുടെ ഏതൊക്കെ കമ്പനിയാണെന്ന് ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമോ? ഒന്ന് പറഞ്ഞു തരുമോ? അറിയാനാ ഏതായാലും അതിന് ഉത്തരവില്ലാന്ന് ഞാനിത് വിചാരിക്കാം. ഏതായാലും ഉത്തരവില്ല. മാവൂർ ഗോളിയറൻസ് അത് പൂട്ടിച്ചത്. അതിനൊരു മറുപടി പറഞ്ഞാൽ പറ്റോ? മറുപടി പറഞ്ഞിട്ട് തോറ്റെന്നാ പറയാ. മറുപടി പറഞ്ഞിട്ട് തോറ്റെന്നാ പറയാ. അത് തോറ്റെന്നാ പറയാ. ജമാഅത്തെ ഇസ്ലാമിയും പൂട്ടിയ സ്ഥാപനം മറ്റേ തൊഴിലാളി വർഗത്തിന്റെ പടനായകൻ മറ്റേ എളമരം കരീം തുറക്കാ ചെയ്തത്. അത് തുറക്കാ ചെയ്ത് അത് പൂട്ടിയത് പറഞ്ഞു തരും. സ്ഥാപനത്തെ കുറിച്ച് മാവൂർ ഗോളിയറൻസ് സ്ഥാപനം തൊഴിലാളി സമരം കൊണ്ടല്ല. തൊഴിലാളി സമരം കൊണ്ടല്ല. എന്തായിരുന്നു പൂട്ടിയതിന്റെ കാരണം ആദ്യം പോയി അന്വേഷിക്കും. അതെ, എന്റെ ചോദ്യം എത്രയേ ഉള്ളൂ. ചോദ്യത്തിലേക്ക് വാ. ഈ CAA അതുപോലെ തന്നെ മറ്റേ 370 വകുപ്പ് UAPA ഈ നിയമമൊക്കെ എടുത്തു കളയുന്ന ഇപ്പൊ ഇന്ന് CPM-ന്റെ LDF-ന്റെ പ്രണപത്രികയില് ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പം വെറും 60ഓളം സീറ്റിൽ മത്സരിക്കുന്ന ഈ CPM എങ്ങനെയാണ് 272 സീറ്റിൽ അധികാരം കിട്ടണമെങ്കിൽ തന്നെ 272 സീറ്റ് വേണം. അപ്പൊ എങ്ങനെയാണ് ഇവരൊന്ന് പറഞ്ഞാൽ ചെറിയ മറുപടി. കോൺഗ്രസ് പ്രകടന പത്രിക ഇറക്കേണ്ടല്ലോ. 44 സീറ്റുള്ള കോൺഗ്രസ് ധാരാളം പിന്നെ അവകാശവാദങ്ങൾ അതിനകത്ത് ഉന്നയിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ അധികാരം കിട്ടിയാൽ ചെയ്യുമെന്ന് പറയും. ഈ കേരളത്തിൽ BJP നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പ്രകടന പത്രിക ഇറക്കാറില്ലേ? ഞാൻ പറയട്ടെ പ്രകടന പത്രിക ഇറക്കാറില്ലേ? ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പറയുന്നു. ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാൻ, ഈ രാജ്യത്തിന്റെ മതേതരത്വം സംരക്ഷിക്കാൻ എന്തെല്ലാം ചെയ്യാനാവുമോ അതെല്ലാം ഇന്ത്യൻ പാർലമെന്റിൽ ഞങ്ങളുടെ എംപിമാർ ചെയ്യും. അതാണ് പറഞ്ഞത്. അഭിമന്യുവിന്റെ കേസ് മാറാട് കേസിൽ 8 ആള് മരിച്ച് CBI അന്വേഷണം നടത്താതെ ലീഗ് ഓഫീസിൽ പോയിട്ട് മുട്ടുമടക്കിയ BJP ആണ്. അതിലൊരു വിട്ടുവീഴ്ചയില്ല. വെറുതെ പച്ചക്കളവ് പറയാ. അഭിമന്യു കേസ് നല്ല വൃത്തിയായി ഫലപ്രദമായി നടത്തുന്നുണ്ട്. ഏതായാലും ഒരു തമാശ. ഏതായാലും ഇക്കണക്കിനാണെങ്കിൽ ആ സുഹൃത്ത് പറഞ്ഞ പോലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ BJP ഇനി കേരളത്തിൽ പ്രകടന പത്രിക ഇറക്കില്ല. കാരണം അവർക്ക് സീറ്റില്ലല്ലോ. അപ്പൊ പിന്നെ അവർക്ക് പ്രകടന പത്രിക ഇറക്കാൻ കഴിയില്ല. ശരത്ത് നേരത്തെ ചോദിച്ച ചോദ്യത്തിന്റെ ചെറിയ ഉത്തരം. SAIL SCL കേരള ലിമിറ്റഡ് is a joint venture company with equal share holding between the government of Kerala and Central. Okay. ഒരൊറ്റ പോയിന്റ് കൂടി ചേർക്കാം. ഈ ജോയിന്റ് വെഞ്ചർ കമ്പനി എന്നുള്ള അതിന്റെ കുറച്ച് താഴോട്ട് കൂടി ഉണ്ടെങ്കിൽ വായിക്കാം. അവിടെ ഉണ്ടാക്കിയ ധാരണ
ആ പഴയ കമ്പനിയുടെ എല്ലാ ബാധ്യതകളും അവസാനിപ്പിച്ച് സംയുക്തമായി ജോയിന്റ് വെഞ്ചർ കമ്പനിയാക്കി. എന്നിട്ട് അവിടെ റീറോളിംഗ് മിൽ സ്ഥാപിക്കേണ്ട ഉത്തരവാദിത്തം സെയിലിന്, അതിന്റെ ഈ സ്റ്റീൽ കോംപ്ലക്സിന്റെ സ്ഥലം, മറ്റു സംവിധാനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങളെല്ലാം സംസ്ഥാന സർക്കാർ കൊടുക്കുന്നു. ഇതാണ് തുല്യ പങ്കാളിത്തം എന്ന് പറയുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പറയുന്ന നിലയിലേക്ക് അവിടെ റീറോളിംഗ് മിൽ സ്ഥാപിക്കാതെ അതിന്റെ പ്രവർത്തനങ്ങൾ മുഴുവൻ തടസ്സപ്പെടുത്തിയ നിങ്ങളുടെ 2ാം UPA സർക്കാരിന്റെ കാലത്താ, നിങ്ങളുടെ UDF സർക്കാരിന്റെ കാലത്താ. നമ്മുടെ സുഹൃത്ത് ഒരു അഭിപ്രായം പറഞ്ഞു, അതായത് CPM-ന്റെ പ്രകടന പത്രികയെ കുറിച്ച്. 1ാം UPA ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ അന്നും CPM ചെറിയ പാർട്ടിയാണ്, 60ഓളം സീറ്റുകൾ ഉണ്ടായിരുന്നുള്ളൂ CPM-ന്. പക്ഷേ ആ ഗവൺമെന്റിനെ വിരലിലിട്ട് നിയന്ത്രിച്ചിരുന്ന CPM-ആ. 5 നിയമങ്ങൾ ആരും നിയന്ത്രിച്ചില്ല. 60 സീറ്റിലാക്കി നിയന്ത്രിക്കാൻ കഴിയില്ല. 5 നിയമങ്ങൾ ഇന്ത്യ നടന്ന് ആ UPA സർക്കാരിനെ കുറിച്ചാണ്. ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരികയാണെങ്കിൽ നിയന്ത്രിക്കാൻ മാത്രം സ്വാധീനമില്ല, ശക്തിയില്ല. ചാലക ശക്തിയും CPM ആവും. തർക്കം വേണ്ട. കാരണം നിലപാടുകളുള്ള ഒരു പാർട്ടിയാണ് CPM. അത് എണ്ണത്തിലല്ല, കരുത്തിലുമാണ് കാര്യം. അത് നിങ്ങൾ കാണാൻ പോകുന്നത്. 1ാം UPA സർക്കാർ എങ്ങനെയാണ് രൂപീകരിച്ചത് എന്നുള്ളത് ഈ നാട്ടിലെ എല്ലാ ആളുകൾക്കും അറിയാം. കോമൺ മിനിമം പ്രോഗ്രാം. അന്ന് സോണിയാഗാന്ധി പോയത് എങ്ങോട്ടാ അറിയോ? എങ്ങോട്ടാ പോയത്? സുർജിത്തിന്റെ വീട്ടിലേക്കാ. അവിടെ നിന്നാണ് ഉണ്ടാക്കുന്നത്. ഈ കൊടി ഒളിപ്പിക്കുന്നത് എന്തിനാ? ഞാനൊരു കാര്യം പറയട്ടെ. ആദ്യം ഞാൻ ഈ ചോദ്യം ചോദിച്ചു, നിജേഷ് കേട്ട ഭാവം നടിച്ചില്ല, ഇങ്ങനെ പോയി. എന്റെ ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? SDP-യുടെ വോട്ട് വേണം, ലീഗിന്റെ കൊടി വേണ്ട. പറഞ്ഞില്ല. അദ്ദേഹം മര്യാദയോടെ പറഞ്ഞറിയോ? നിജേഷ് മറുപടി പറയുന്നു. പറഞ്ഞു. SDP-യുടെ കാര്യത്തിൽ കൃത്യമായി പറഞ്ഞു, ആ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ലീഗിന്റെ കൊടി എന്താ? ലീഗിന്റെ കൊടി ഒളിപ്പിച്ചെന്താ? ലീഗിന്റെ കൊടി ഒളിപ്പിച്ചെന്താ? അതുപോലെ തന്നെ നിങ്ങളും അദ്വാനിയും ചേർന്ന് പണ്ട് VP സിംഗിനെയും താങ്ങി നിർത്തിയിട്ടുണ്ട്. താങ്ങി നിർത്തൽ നിങ്ങളുടെ ഒരു പരിപാടിയാണ്. അടുത്തത് അദ്വാനിയും കോൺഗ്രസും ഒന്ന് ചോട്ട് ചെയ്തപ്പോഴാണ് VP സിംഗ് സർക്കാർ താഴെ പോയത്. അതുപോട്ടെ, ഞാൻ പറയുന്നത് ഈ ലീഗിന്റെ കൊടി ഒളിപ്പിച്ചത് ഗിരീഷേ, ഞാനും നിങ്ങൾ പഠിച്ച ഒരേ ചരിത്രം. ലീഗിന്റെ കൊടി ഒളിപ്പിച്ചത് ഗിരീഷിന് കേൾക്കണോ? ലീഗിന്റെ കൊടി ഒളിപ്പിച്ചത് എന്തിനാണെന്ന് എന്താ പറയും? നിജേഷ് പറയും. ആ രഹസ്യം ഇപ്പോൾ നിജേഷ് വെളിപ്പെടുത്താൻ പോവാണ്. ഞാൻ ആ ചോദ്യം കേട്ടപ്പോൾ തന്നെ എനിക്ക് അദ്ദേഹത്തോട് സംശയം ഉണ്ടായിരുന്നു. അദ്ദേഹം ഏത് പാർട്ടിയാണ് എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഇനി എന്റെ ചോദ്യത്തിലേക്ക് എന്താ സംശയം? നിജേഷ് ഇപ്പോഴും പിന്നെ പരിഭവിക്കരുത്. ലീഗിന്റെ കൊടി ഒളിപ്പിച്ചത് വയനാട്ടിൽ എന്തിനാണെന്ന് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. അവിടെ ശരത്തെ വളരെ സത്യസന്ധമായി പറഞ്ഞു. BJP ഉൽപ്പാദിപ്പിക്കുന്ന നുണ ഫാക്ടറികളാണ് അടുത്ത 20 ദിവസം ഇന്ത്യ രാജ്യത്ത് കാണാൻ പോകുന്നത്. ആ നുണ ഫാക്ടറിയെ പ്രതിരോധിക്കാൻ ഏതെല്ലാം വഴികൾ നോക്കണമോ ആ വഴികളൊക്കെ കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് ചേർന്നാണ് നോക്കുന്നത്. ഇവിടെയുള്ള ഫറോക്കുകാർക്കാണ് മനസ്സിലാവുന്നത്. ഈ സുഹൃത്തിന് ഞാൻ 100,000 തവണ കടപ്പെട്ടിരിക്കുന്നു. ഞാൻ പറയട്ടെ, RJD-യുടെ കൊടി പച്ച. ബീഹാറിൽ പോയാൽ ലാലു പ്രസാദ് യാദവിനോട് രാഹുൽ ഗാന്ധി പറയുമോ? ബീഹാറിൽ പോയാൽ രാഹുൽ ഗാന്ധി ലാലുവിനോട് പറയുമോ നിങ്ങളുടെ പച്ചക്കൊടി മടക്കി വെക്കാൻ പറയുമോ? ലീഗിന്റെ അടുത്ത് നടക്കും, RJD-യുടെ അടുത്ത് നടക്കുമോ? BJP-യെ തോൽപ്പിക്കാനാ 2 നേതാക്കന്മാർ, ദേശീയ നേതാക്കന്മാർ കേരളത്തിലേക്ക് വന്നത്. ഒരു കാലത്ത് പറയാൻ കഴിയില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഈ RJD-യുടെയും പച്ചക്കൊടിയാണ്. അത് മടക്കാൻ രാഹുൽ ഗാന്ധി പറയൂല, പറയാൻ കഴിയൂല. ഇവിടെ വന്ന് വയനാട്ടിൽ പറഞ്ഞത് ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് അതെ സാഹചര്യം എന്താറോ? വോട്ട് കിട്ടാൻ വേണ്ടിട്ട് ഘടകകക്ഷി ആണെങ്കിലും വോട്ട് കിട്ടാൻ വേണ്ടിട്ട്, കൊടിയില്ലെങ്കിലും വോട്ട് വേണം. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട് 1.5 മാസം മുമ്പുള്ള അതേ നിലപാട് തന്നെയാണ്. അതിനുശേഷം ഞങ്ങളെ പാർട്ടി നിലപാട് മാറ്റിയിട്ടില്ല. മനസ്സിലാവുമല്ലോ? ഒരു ചോദ്യം ചോദിക്കട്ടെ. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പ്രധാനമായിട്ടും ഏറ്റുമുട്ടുന്നത് BJP ആണെന്നാണ് ഇവർ പറയുന്നത്. അങ്ങ് രാജസ്ഥാനിലെ രാജ്യസഭ MP ആയ KC വേണുഗോപാല് ഈ ആലപ്പുഴ വന്ന് മത്സരിച്ചാൽ ഉണ്ടാകുന്ന സ്ഥിതി എന്താ? അവിടുത്തെ BJP-ക്കാർ മുഴുവനും KC വേണുഗോപാലിന് വോട്ട് കുത്തും. അങ്ങ് രാജസ്ഥാനിന് രാജിവെച്ച് അവിടുന്ന് BJP-യുടെ ഒരു MP രാജ്യസഭയിലേക്ക് പോകും. എന്ത് ധാർമ്മികതയാണ് കോൺഗ്രസ് ഇതിലുള്ളത്?
ചോദ്യം 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 പ്രത്യയശാസ്ത്രപരം ഞാൻ പറയാം. അല്ല, ഒരു നിമിഷം ഏതായാലും ചോദ്യം പറ ഏതാ? അയ്യോ ഇത് ഈ സുഹൃത്ത് ചോദിച്ചു. അല്ല ഇതിന്റെ അല്ല ലോകസഭ രാജ്യസഭ അല്ല ഒരു ബിജെപിക്ക് 4 MP കുറവുള്ള രാജ്യസഭയിലേക്ക് അങ്ങ് ഇവിടുന്ന് ബിജെപി വോട്ട് കുത്തുക. ആർക്ക്? കെ.സി. വേണുഗോപാലിനെ. അന്ന് ബിജെപിയുടെ ഒരു രാജ്യസഭ MP രാജ്യസഭയിലേക്ക് പോവുക. എന്താണത്? മറുപടി ഞങ്ങളുടെ വോട്ട് വാങ്ങി ഞങ്ങളുടെ വോട്ട് വാങ്ങി നിങ്ങളുടെ രാഷ്ട്രീയത്തെയാണ്. കാലുമാറിയിട്ടുണ്ട്. ഞങ്ങളുടെ വോട്ട് വാങ്ങി ജയിച്ച പഞ്ചായത്ത് മെമ്പർ മുതൽ മുനിസിപ്പൽ കൗൺസിലർ മുതൽ അങ്ങ് MP-മാർ വരെ കാലുമാറിയിട്ടുണ്ട്. നിങ്ങൾ അവരെ ജാതകം പരിശോധിച്ചോ? ആ ജാതകം പരിശോധിച്ചോ? കാലുമാറ്റക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ചോ? അവരുടെ നട്ടെല്ല് നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ കാലുമാറ്റക്കാർക്കെതിരാണ്. പഞ്ചായത്ത് മുതൽ MP സ്ഥാനം വരെയുള്ള കാലുമാറ്റക്കാർക്ക് ഞങ്ങൾ എതിരാണ്. ഗിരീഷ് ഞാൻ പറയാം. ഇത് ഈ ആലപ്പുഴയിൽ രാജ്യസഭയിലേക്ക് ബിജെപിയുടെ ഒരു MP-യെ കൊടുക്കാനാണ് ഇവിടെ മത്സരിച്ചതെന്ന് ഉറപ്പാക്കിയല്ലോ. വേണുഗോപാലൻ ഇവിടെ മത്സരിക്കുന്നത് രാജ്യസഭയിലേക്ക് ബിജെപിയുടെ ഒരു MP-യെ കൊടുക്കാനാണെന്ന് ഉറപ്പിച്ചല്ലോ. ബിജെപിയുമായിട്ടുള്ള പോരാട്ടം നടത്താൻ ഉത്തർപ്രദേശിൽ ഒരു സീറ്റിൽ മത്സരിക്കില്ല ഉത്തർപ്രദേശിൽ ഒരു സീറ്റിൽ മത്സരിക്കില്ല കോൺഗ്രസ്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ബിജെപി എന്ന് പറയാം. ഈ കേരളത്തിൽ വന്നിട്ട് ബിജെപി ഒരു ശക്തിയല്ലാത്ത ഈ കേരളത്തിൽ വന്നിട്ട് കോൺഗ്രസ്സുകാരന്റെ ചോദ്യം ആരോടാണ്? ഗിരീഷേട്ടനോട് ചോദ്യം. ഗിരീഷേട്ടനോടാണ്. 2006-ലും 2011-ലും ഇവിടുത്തെ മന്ത്രിയും MLA ആയിട്ടുള്ള എളമരം കരീമിനെ 2016 നിങ്ങൾ എന്തിനു ഇവിടുന്ന് മാറ്റി? ഇത്രയും കമ്പനികൾ ഇവിടെ തുറന്ന മനുഷ്യൻ എന്താ പ്രശ്നം അറിയോ? എളമരം കരീം ഇവിടുന്ന് പോയത് അങ്ങ് പാർലമെന്റിലോട്ടാ. ചോദ്യം കാലുമാറിയതിനെ പറ്റി പറഞ്ഞല്ലോ. ലോകസഭയ്ക്കകത്ത് ഇന്ന് ഇരിക്കുന്ന BJP-യുടെ MP-മാരിൽ പല MP-മാരും കോൺഗ്രസിന്റെ നേതാക്കന്മാരും കോൺഗ്രസിന്റെ MP-മാരായിരുന്ന ആളുകളാണ്. നിങ്ങൾ എന്ത് വിശ്വസിച്ചാണ് ഈ നാടിനകത്തെ ജനത കോൺഗ്രസിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക? നാളെ നിങ്ങൾ ജയിച്ചു പോയിട്ട് നിങ്ങൾ BJP-ആയി മാറിയില്ലേ? ചോദ്യം ഒന്ന്. രണ്ടാമത്തെ ഒരൊറ്റ ചോദ്യം കൂടിയും. നേരത്തെ പൗരത്വ ഭേദഗതി നിയമത്തെ സംബന്ധിച്ച് CPM-ന്റെ പ്രകടന പത്രികയെ സംബന്ധിച്ച് CPM-ന്റെ കേരളത്തിനകത്ത് മുഖ്യമന്ത്രി പറഞ്ഞു ഇവിടെ അത് നടപ്പിലാക്കില്ല. ദേശീയ അടിസ്ഥാനത്തിൽ CPM-ന് ഒരൊറ്റ നിലപാടേ ഉള്ളൂ. പൗരത്വ ഭേദഗതി നിയമം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കാൻ വേണ്ടി അനുവദിക്കില്ല എന്ന നിലപാടാണ് CPM എടുക്കുന്നത്. കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനോട് നിങ്ങൾക്ക് കോൺഗ്രസിന്റെ ദേശീയ തലത്തിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള നിലപാടെന്താണെന്ന് ചോദിച്ചപ്പോ കെ.സി. വേണുഗോപാലിനെ നോക്കി ചിരിക്കുക ചെയ്തേ. ഞങ്ങൾ ആലോചിച്ചിട്ട് നിലപാട് പറയാന്നാണ് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ പറഞ്ഞത്. ഇന്നലെ നടന്ന സമരങ്ങളിൽ പൗരത്വ സമരം കേരളത്തിൽ നടന്നതാണ്. അന്ന് 855 കേസുകൾ ഉണ്ടായിരുന്നു. ആ കേസിൽ കോഴിക്കോട്ടങ്ങാടിയിലെ 57 DCC പ്രസിഡന്റ് KPC സെക്രട്ടറിയും ഉൾപ്പെടെയുള്ള 57 ആളുകളെ 4 ദിവസം ജയിലടച്ചത് രാഹുൽ ഗാന്ധിയുടെ പത്രികയ്ക്കകത്ത് 8 സംസ്ഥാനങ്ങളിലായി 16 കേസുകൾ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടാണ് വിഷയത്തിലേക്ക് വരും. ഒരു ദേശീയ പ്രശ്നത്തിൽ നിങ്ങൾ വലിച്ച് നിങ്ങൾ അതിൽ പ്രതികരിക്കാനില്ല എന്ന് വിചാരിക്കും. പൗരത്വ സമരവുമായി ബന്ധപ്പെട്ടാണ്. കോൺഗ്രസിനെ നിങ്ങൾ വിമർശിക്കുന്നത് എന്തിനാണ്? ആ സമരത്തിൽ പോലീസിനെ ആക്രമിക്കുന്നു.
സംസ്ഥാന സർക്കാരിന്റെ പൊതുമുതൽ നശിപ്പിക്കുന്നു. എന്തിന്? കോൺഗ്രസിന്റെ ദേശീയ നിലപാടിലെ പ്രശ്നം എന്താണ്? കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ ദേശീയ നിലപാട് ഇക്കാര്യത്തിൽ ഇല്ല. ദേശീയ നിലപാട് പലവട്ടം പ്രവർത്തക സമിതി പറയുന്നത് പ്രവർത്തക സമിതി ചേർന്ന് പറഞ്ഞു. ഇന്നലെ രാഹുൽ പറഞ്ഞിട്ടില്ല. വയനാട്ടിൽ കൊടുത്ത പത്രികയ്ക്കകത്ത് 16 കേസുകൾ രാഹുൽ ഗാന്ധിക്കുള്ളത്. 8 സംസ്ഥാനങ്ങളിലെ കേസും പൗരത്വ സമയവുമായി ബന്ധപ്പെട്ടതാണ്. അതല്ല പ്രശ്നം. ചട്ടങ്ങൾ നിലവിൽ വന്നതിന് ശേഷം ഖാർഗെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? രാഹുൽ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? പറയുന്നെങ്കിൽ പിന്നെ എനിക്കൊന്നും ചെയ്യാനില്ല. ചോദ്യം ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യത്തെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ ചോദ്യം അതാണ്. നിങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ അഖിലേന്ത്യാ നിജേഷിന്റെ നിലപാടായിരിക്കും. ദേശീയ നേതൃത്വം പറയട്ടെ. നിങ്ങളുടെ പ്രസിഡന്റ് പറയട്ടെ. ഗണേഷ്, ഈ പൗരത്വ നിയമത്തിന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന ഈ നീക്കമുണ്ടല്ലോ, കേരളം വലിയ തോതിൽ അതിനെതിരായ ഒരു പൊതു നിലപാട് സ്വീകരിക്കുകയാണ്. നിങ്ങളുടെ പ്രതീക്ഷകൾ പോലും നിറവേറ്റാൻ കഴിയാത്ത വിധം നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ താഴെ പോകും. ഒരിക്കലുമില്ല. ഞങ്ങൾ നല്ല മുന്നേറ്റം ഉണ്ടാക്കും, ഒരു സംശയവും വേണ്ട. രണ്ടക്കം കടക്കും. രണ്ടക്കം കടക്കും. രാഹുൽ ഗാന്ധിയുടെ കൊടി വാളവെച്ച് കൊടുത്തില്ല. 400 നേരം എന്തേ മത്സരിക്കാൻ? എം പിയുടെ പോയി തൃശ്ശൂരിൽ എം പിയുടെ പോയി സിറ്റിംഗ് എം പിയുടെ പോയി. എന്റെ ഗണേശ, കേരളത്തിൽ ഒരു സ്ഥലത്ത് BJP 2ാം സ്ഥാനത്ത് വരാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് 1ാം സ്ഥാനം വേണ്ട 2ാം സ്ഥാനത്തുണ്ടാവോ? ഇലക്ട്രൽ ബോണ്ട് ഒന്നായിട്ട് വാങ്ങിയെടുത്ത് ഭീഷണി വെച്ച് ഈ നാട് മുഴുവൻ ഇലക്ട്രൽ ബോണ്ടിന്റെ കഥകള് ഈ രാജ്യത്തെ ഞങ്ങൾ ഏത് കമ്പനിയോടാ ഏത് ഭരണം ഉപയോഗിച്ച് വാങ്ങിയത്? എന്തോ ഈ പറയുന്നത്? നിങ്ങൾക്കും ഇലക്ട്രൽ ബോണ്ട് കിട്ടിയോ? സേ യെസ് ഓർ നോ? കിട്ടി. ആ ഇലക്ട്രൽ ബോണ്ട് ആണോ സുപ്രീം കോടതി റദ്ദ് ചെയ്തത്? സേ യെസ് ഓർ നോ? എന്താണ് പറഞ്ഞത്? ഇത് സുതാര്യമല്ല. അപ്പൊ അതിൽ വന്നിട്ടുള്ള കമ്പനികൾ അതിനെ പിടിപ്പിച്ച് അതിനകത്ത് എങ്ങനെയൊക്കെ കൊണ്ടുവന്നുള്ള വളരെ കമ്പനികളുടെ നിങ്ങൾ വാങ്ങിയത് വിശുദ്ധന്മാരുടെ, അവര് വാങ്ങിയത് കള്ളന്മാരുടെ. അതെന്ത് ന്യായം? ഏതായാലും എനിക്ക് തോന്നുന്നില്ല നിജേഷ് കോൺഗ്രസിന് ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുന്ന വിശദീകരണം. അന്ന് മുതൽ രാഹുൽ ഗാന്ധി തന്നെയാണ് ഇലക്ട്രൽ ബോണ്ട് എതിർത്തത്. ഇലക്ട്രൽ ബോണ്ടിനെ രാഹുൽ ഗാന്ധി എതിർത്തതായി അറിയാവുന്നവരോ എതിർത്തിട്ടില്ല എന്ന് പറയേണ്ടതായിട്ടുള്ള ആളുകളുണ്ടെങ്കിലോ നിങ്ങൾക്ക് പറയാം. രാഹുൽ ഗാന്ധി എതിർത്തോ? അല്ല, ഒരു ചോദ്യം കൂടി ചോദിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട്ട് ആര് ജയിക്കും? അപ്പൊ നിങ്ങളെ സർവേന്റെ റിസൾട്ട് മനസ്സിലാവും. അത് മോശമല്ലേ? ഞാനൊരു മാധ്യമ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പറയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സർവേ നടത്തി ഒരുപാട് ആളുകളെ മാധ്യമങ്ങൾ ജയിപ്പിച്ചു. നിജേഷിന് അറിയാലോ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറെ ആളുകളെ മാധ്യമങ്ങൾ ജയിപ്പിച്ചു. സർവേ നടത്തി. ഞങ്ങൾ ആ പണിക്ക് പോയില്ല. ചെയ്തവരൊക്കെ ഏറലായിരുന്നു. അതുകൊണ്ട് ആ പണിക്കില്ല. ആര് ജയിക്കണം എന്നുള്ളത് കോഴിക്കോട്ടുകാർ തീരുമാനിക്കും. അതവിടെ നിൽക്കട്ടെ. എന്റെ ചോദ്യം, രാഹുൽ ഗാന്ധി ഇലക്ട്രൽ ബോണ്ടിനെ ആദ്യം മുതൽ എതിർത്തിരുന്നോ? എതിർത്തു. കോൺഗ്രസ് വാങ്ങില്ല. കാശ് വാങ്ങിച്ചോണ്ട് എതിർക്കുന്ന അഴിമതിയാണ്, ശാസ്ത്രീയമായ അഴിമതിയാണ്. ഇതാണ് നിലപാട്. നിങ്ങൾ പിറ്റേ ദിവസം മാധ്യമ വിഭാഗം തലവൻ ജയറാം രമേശിന്റെ വാർത്താക്കുറിപ്പാണ്. വെറുതെ എന്തെങ്കിലും പറയുന്നത്. ഒരു സുപ്രധാനമായ കാര്യത്തിൽ ഇവിടെ പ്രശ്നമുണ്ട്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഒരു സുപ്രധാന രാഷ്ട്രീയ പ്രശ്നം പറയാൻ വക്താവിന്റെ വാർത്താക്കുറിപ്പ് മതിയോ? ഈ സുപ്രീം കോടതി ഇത് റദ്ദ് ചെയ്യുന്നവരെ ഇത് നിയമാനുസൃതമായിരുന്നു അല്ലേ? കൊള്ളാലോ. CPM അല്ലേ? ഇരുന്നോ. കമ്പനികളോട് ഭീഷണിപ്പെടുത്തി ഈടിനെ പേടിപ്പിച്ച് CBIനെ പേടിപ്പിച്ച് പൈസ വാങ്ങുന്നത് നിയമാനുസൃതമാണോ? കയ്യിൽ നിന്ന് ഞങ്ങൾ മേടിച്ച നിയമാനുസൃതമാണ്. CPM അല്ലേ ഇരുന്നോന്ന് പറഞ്ഞല്ലോ. ഞാൻ പറയട്ടെ CPM ആണ് ഇരുന്നല്ലോ പറഞ്ഞല്ലോ. CPM ബോണ്ട് വാങ്ങിയില്ല, അതുകൊണ്ട് നിങ്ങൾ ഇരുന്നോ? പറയട്ടെ. ഈ രാഹുൽ ഗാന്ധി ഫണ്ടിനെതിരാണെന്ന് പറഞ്ഞാൽ ആ പൈസ വേണ്ട നിങ്ങൾക്ക് പറഞ്ഞാ പോരെ? അതായത് രാഹുൽ ഗാന്ധി ആ ഫണ്ടിനെതിരാണെങ്കിൽ
ആ പൈസ ഞങ്ങൾ വാങ്ങുന്നില്ല എന്ന് കോൺഗ്രസിന് പറഞ്ഞാ പോരെ? 1500 കോടി വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇപ്പൊ പറയാ ഞങ്ങൾ എതിരായിരുന്നു. 1500 കോടി വാങ്ങി പോക്കറ്റിലിട്ടിട്ട് ഇപ്പൊ പറയാ ഞങ്ങൾ എതിരാണെന്ന്. എന്നാ പൈസ മടക്കി കൊടുക്കുക. രാഹുൽ ഗാന്ധി ആർ ജസ്റ്റ് വോട്ടർമാരോട് തീരുമാനിച്ചോളാനാ. എന്തിനെ കുറിച്ചാണ് എനിക്ക് മനസ്സിലായില്ല. ലളിതമായൊരു ചോദ്യം എന്താണ്? ഈ പണം നിയമവിരുദ്ധമാണെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാമെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന് 1500 കോടി കോൺഗ്രസ് വാങ്ങി പോക്കറ്റിലിട്ടു? അതിന് നിങ്ങൾക്ക് വിശ്വാസമാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയമായ നയം സ്വീകരിക്കാം. നിങ്ങൾ ഇത് അഴിമതിയാണെന്ന് ഇപ്പോൾ പറയുന്നുവെങ്കിൽ പിന്നെ എന്തുകൊണ്ട് അന്ന് അതിന് പണം വാങ്ങിച്ചു? അങ്ങനെയാണെങ്കിൽ CPM എടുത്ത നിലപാടോ? CPM ഈ പണം വേണ്ട, SBIയിൽ അക്കൗണ്ട് എടുക്കുന്നില്ല, പകരം കേസ് കൊടുത്തു. നിങ്ങൾ പണം വാങ്ങി വെച്ചിട്ട് സുപ്രീം കോടതി എതിരായപ്പോ പതുക്കെ നിറം മാറുന്നു. രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയൊന്നും പരിശോധിക്കും. രാഹുൽ ഗാന്ധിയുടെ 10 ലക്ഷം റുപ്യ തന്നപ്പോ തിരിച്ചു കൊടുത്ത പാർട്ടിയാ CPM. എന്നിട്ട് രണ്ട് പാർട്ടിയാണ് ഇവിടെ വാങ്ങാത്ത. CPIയും CPM ആണ് വാങ്ങാത്ത. രണ്ട് പാർട്ടിക്കാർ മനസ്സിലാക്കി ഒന്ന് മയക്ക് കിട്ടാൻ, ഒന്ന് മയക്ക് കിട്ടാൻ, വോട്ട് വേണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പാർട്ടികൾക്ക് പൈസ വാങ്ങിയിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത പാർട്ടികൾ ഫണ്ട് വാങ്ങി 2 ലക്ഷം രൂപയാണ്. സഖാവ് എളമന കരീം, സഖാവിന്റെ പോളിൽ കാണാത്തൊരു പുതിയ പേര് വന്നിട്ടുണ്ട്, കരീം കാക്ക. ഇത് എന്താണ്? ഞങ്ങൾ കോഴിക്കോട്ടുകാർ പ്രായമുള്ളവരെ ഏട്ടാന്ന് വിളിക്കും, കാക്കെന്ന് വിളിക്കും. നിങ്ങളുടെ KPCC പ്രസിഡന്റ് വിളിക്കുന്ന പേര് ഞങ്ങൾ വിളിക്കാറില്ല. KPCC പ്രസിഡന്റ് സഹോദരത്തോടു കൂടി വിളിക്കുന്നത് ഞങ്ങൾ വിളിക്കാറില്ല. മൈ ഡിയർ എന്നല്ലേ വിളിച്ചേ? അല്ലേ? കോൺഗ്രസ്സുകാര് പേരിൽ പോലും വർഗീയത വിളിച്ചോതുക. എനിക്ക് ചോദിക്കാനുള്ളത് കോൺഗ്രസിന്റെ പ്രതിനിധിയോടാ. ഈ കോൺഗ്രസിനെ എന്ത് വിശ്വസിച്ചിട്ടാണ് വോട്ട് ചെയ്യുക? ഇന്നത്തെ ഈ കോൺഗ്രസ്സുകാരൻ നാളത്തെ BJP എന്ത് വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇവർക്ക് വോട്ട് ചെയ്യുക? പിന്നെ ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് ഉത്തരം തരാൻ കോൺഗ്രസ് പ്രതിനിധിക്ക് ആവില്ല. ഇവരെന്ത് പഠിച്ചിട്ടാണ് ഈ ഇതിൽ വന്ന് സംസാരിക്കണമെന്നുള്ളത് UDF സംസാരിക്കാനുള്ളത്. ഇതിവിടെ ഇപ്പൊ കാലുമാറ്റക്കാർക്കെതിരെ നേരത്തെ പറഞ്ഞു, വളരെ എതിർപ്പാണ് കാലുമാറ്റക്കാരോട്. പത്മജ വേണുഗോപാൽ BJPയിലേക്ക് പോയപ്പോ ഒരു 4 ആളെ കൂട്ടി അവരെ വീട്ടിലേക്ക് ഒരു സമരം നടത്താൻ നിങ്ങൾക്ക് പറ്റിയോ? അവർക്കെതിരായില്ലേ നിങ്ങള്? അതുപോലെ എത്ര ആള് BJPയിലേക്ക് പോയി? എനിക്കും കോൺഗ്രസ്സുകാരനോടാണ് പറയാനുള്ളത്. 3 ചോദ്യത്തിന് ഇതുവരെ മറുപടി തന്നില്ല. പച്ചക്കൊടി എവിടെ പോയി, ഇലക്ട്രൽ ബോർഡ് എവിടെ പോയി, ഇങ്ങനെ 3-4 ചോദ്യം തല താഴ്ത്തിയിട്ട് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്ന അവസ്ഥയാണ്. അതുപോലെ തന്നെ പ്രകടന പത്രിക പറഞ്ഞു. എന്തുകൊണ്ട് BJP പ്രകടന പത്രിക ജനങ്ങളിലേക്ക് ഇറക്കുന്നില്ല? എന്തുകൊണ്ടാണ് ഇറക്കുന്നത്? ജനങ്ങൾക്ക് തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. ഇന്ന് കേരളത്തിൽ എന്തെല്ലാം വികസനം, ബേപ്പൂരിനെ തന്നെ എടുത്തു പറയത്തക്ക വികസനങ്ങളാണ് ഈ മണ്ണിൽ കാൽ കുത്തിയവർക്ക്, ഇവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് തന്നെ അറിയാം. സമയത്ത് ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല എന്നാണ് പറയുന്നത്. കടലുണ്ടി പഞ്ചായത്തില് നിർദ്ദേശം എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ തറക്കല്ലിടുമ്പോൾ നിങ്ങളുടെ മുൻ കേന്ദ്രമന്ത്രി AK ആന്റണി പറഞ്ഞത് ഇന്ത്യ രാജ്യത്തെ ഇത്ര നല്ല വ്യവസായ മന്ത്രി ആയിട്ടുള്ള ഒരാൾ ഉണ്ടായിരുന്നില്ല എന്നാണ്. അന്നത്തെ കേന്ദ്രമന്ത്രി AK ആന്റണി പറഞ്ഞതാണ്. ആ AK ആന്റണിയെ തള്ളി പറയാൻ കോഴിക്കോട്ടെ യൂത്തിന് കോൺഗ്രസുകാർക്കോ UDFകാർക്കോ കഴിയോ? വലിയ ചോദ്യമായി പോയിട്ടുണ്ട് നീജേഷേ. ഭയങ്കര ചോദ്യമാണ്. AK ആന്റണി ഇവിടെ BJPയിലേക്ക് പോകുമെന്നുള്ള ആശങ്ക എല്ലാവരും കാണിക്കുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ JDSന്റെ മന്ത്രിമാര് അല്ലേ ഇവിടെ LDFിലാണുള്ളത്. ഇവര് കർണാടക പോയാലേ സംസ്ഥാന നേതൃത്വം ആശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ദേശീയ നേതൃത്വമായി ഒരു ബന്ധവുമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
പ്രധാനമന്ത്രിയാവുമെന്ന് ചോദിച്ചല്ലോ. ഇവിടെ ഓരോ സംസ്ഥാനത്തെയും പ്രാദേശിക കക്ഷികളെ MP-മാരെ ഉണ്ടാക്കി അതിനൊരു പൊതു പരിപാടി ഉണ്ടാക്കി നമ്മളൊരു പ്രധാനമന്ത്രി തീരുമാനിക്കും. അതല്ലാതെ ഒരു പാർട്ടി ആദ്യം തന്നെ ഇന്നാണ് പ്രധാനമന്ത്രി ഇതാക്കുന്നില്ല. അത് മനസ്സിലായോ? ഈ രാജ്യത്തെ മതേതര കക്ഷികളെ മുഴുവൻ കൂട്ടിയോജിപ്പിക്കാൻ ഇടതുപക്ഷം മുൻകൈ എടുക്കും. ഇവിടെ ഉയർന്നു വന്ന നിരവധി കമന്റുകളുടെ അടിസ്ഥാനത്തിൽ 3 പേരിലേക്കും അവസാനമായി ഗിരീഷ് ഒരു നിമിഷം 3 പേരിലേക്കും അവസാനമായി ആദ്യ ഊഴം ഗണേഷിന്. തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത് ഈ തെരഞ്ഞെടുപ്പില് ചിഹ്നം ആദ്യം നിങ്ങൾ ചിഹ്നം നിലനിർത്താൻ സഹായിക്കുക. നിലനിർത്താൻ ബിജെപിയുടെ സഹായം വേണ്ട, ബിജെപിയുടെ സഹായം വേണ്ട, അത് ഞങ്ങൾ നിലനിർത്തിക്കോളും. LDF-നെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സാധ്യതകൾ ലാസ്റ്റ്. ഇടതുപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 20 സീറ്റിലും ജയിക്കും. ഈ കേരളം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഉജ്ജ്വലമായ അതിന്റെ ചരിത്രപരമായ കടമ നിർവഹിക്കും. ശശി തരൂർ പറഞ്ഞതുപോലെ 2004 ആവർത്തിച്ചാൽ ശശി തരൂർ പറഞ്ഞതുപോലെ 2004 ആവർത്തിച്ചാൽ 18 സീറ്റിലും ഇടതുപക്ഷം ജയിച്ചതുപോലെ 20-ലും ജയിക്കും. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു മതേതര സർക്കാരിന് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. 2004 ആവർത്തിക്കുന്നതാണ്. അങ്ങനെ വന്നാൽ കോൺഗ്രസിന് ഇവിടെ ജയിക്കാൻ കഴിയില്ല എന്നാണ് ഗിരീഷിന്റെ വാദം. ഞാൻ 2004 അങ്ങനെയാണ് സംഭവിച്ചത്. ഗിരീഷിന്റെ അവകാശവാദത്തിനെയും സ്വപ്നങ്ങളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കാരണം ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഒരു കക്ഷി ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഒരു കക്ഷി എവിടെ സീറ്റ് ഉണ്ടാക്കിയാലും ഞങ്ങളുടെ ഇന്ത്യ മുന്നണിക്കകത്തുള്ള ഞങ്ങളുടെ ഒപ്പമുള്ള സീതാറാം യെച്ചൂരിയുടെ പാർട്ടി എവിടെ സീറ്റ് ഉണ്ടാക്കിയാലും ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങളെ മത്സരിക്കാൻ ഞങ്ങൾ വിടുന്നു. പത്മജ വേണുഗോപാലിന്റെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നിമിഷം എന്തായിരുന്നു താങ്കളുടെ ബിജെപിയിലേക്ക് പോയാൽ മാർച്ചില്ല, CPM-ലേക്ക് പോയാൽ മാർച്ച്. ആ നയമാണ് നിങ്ങൾ തിരുത്തേണ്ടത്. നിങ്ങളുടെ അനുഭവം എന്റെ അനുഭവം എന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തിയിരിക്കുക. ഇത് പത്മജ വേണുഗോപാലിന്റെ വീട്ടിലേക്ക് നടത്തിയിട്ടില്ല. കോൺഗ്രസിലെ ഇന്ന് ജനാധിപത്യവും മതേതരവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ് കോൺഗ്രസിനെ ഞാൻ ഇന്ന് കാണുന്നത്. നിഷാദ് ഫറൂഖ് മുനിസിപ്പാലിറ്റി കൗൺസിലറാണ്. നേരത്തെ കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. CPM-ലേക്ക് സമരം മാർച്ച് നടത്തി. പത്മജയുടെ വീട്ടിലേക്ക് എന്താണ് നടത്തിയില്ല, എന്റെ വീട്ടിലേക്ക് നടത്തി. അത് BJP-യിലേക്ക് BJP-യിലേക്ക് പോയ ഒരാളുടെ വീട്ടിലേക്കും സമരം മാർച്ചും ഇല്ല. എന്നാൽ CPM-ലേക്ക് പോയാൽ മാർച്ചും സമരവും. അതാണ് ഏറ്റവും ആവേശകരമായ ബേപ്പൂരിന്റെ ഫറൂഖിന്റെ പടക്കള ഇവിടെ അവസാനിക്കുന്നു. വിഷയങ്ങൾ തീരുന്നില്ല, വിഷയങ്ങൾ ഇങ്ങനെ കത്തിപ്പടർന്നു തന്നെ നിൽക്കും. കാരണം ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. ദേശീയ രാഷ്ട്രീയ വിഷയങ്ങളും സാമൂഹ്യ സാഹചര്യങ്ങളും വികസനവും വികസനമില്ലായ്മയും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട പടക്കളമാണ് ഇവിടെ അവസാനിക്കുന്നത്.